ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 600 ഗ്രാം വരുന്ന ബോൺലെസ് ചിക്കനുമായിട്ടാണ്. ഇത് ബോൺലെസ് വേണം നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ബോൺലെസ് ഉള്ളത് കൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ. ഞാനിതിപ്പോൾ നേരെ ഇത് കുക്ക് ചെയ്യുന്ന കടായിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒറ്റ പാത്രം മതി. നമുക്ക് മാരിനേഷനും കുക്കിങ്ങും എല്ലാം അതിൽ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നത് ഹൈദരാബാദി ചിക്കനാണ്. ഹൈദരാബാദി ചിക്കൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഹൈദരാബാദിലെ കല്യാണങ്ങൾക്കൊക്കെ വിളമ്പുന്ന ചിക്കനാണെന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല, അവിടെ പോയിട്ടുമില്ല, പക്ഷെ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇത് ഞാൻ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ, അല്ലെങ്കിൽ നാനിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെയോ, അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ കൂടെ, പുലാവിൻ്റെ കൂടെ, ഇനി വേണ്ട ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ എന്തിൻ്റെ കൂടി മാച്ചായി പോകുന്നൊരു ചിക്കനാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇത് ഭയങ്കര എളുപ്പമാണ്. സബോളയൊന്നും വഴട്ടുക അങ്ങനത്തെ പണികളൊന്നുമില്ല. വെളുത്തുള്ളി ഇഞ്ചി മൂപ്പിക്കുക അങ്ങനെ ഒന്നുമില്ല, എന്നെല്ലാം അതിലിടുന്നുണ്ട്. അതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിതെല്ലാം കൂടി മാരിനേറ്റ് എടുത്തിട്ട് ഒരു 30 മിനിറ്റ്സ് ഒന്ന് വെക്കുക. 30 മിനിറ്റ്സ് പറ്റില്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വെക്കുക. എന്നിട്ട് നേരെ അങ്ങ് വേവിച്ചെടുക്കുക. അത്രേ ഉള്ളൂ പണി, നല്ല എളുപ്പമാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളതെന്ന് പറയാം. നമുക്ക് ഇതിലോട്ട് മെയിനായിട്ട് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു സബോള വഴട്ടുണ്ടാകുന്നു, പക്ഷേ സബോള ഫ്രൈ ചെയ്തിട്ടാണ് നമുക്കിതിൽ ആവശ്യം. അപ്പോൾ നമ്മൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ സബോള ഫ്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു 600 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൽ എടുത്തിട്ടുള്ളത് 2 വലിയ സബോളയാണ് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ സബോള വഴറ്റിയെടുക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു 2 സബോള വഴറ്റി അങ്ങ് ഫ്രൈ ചെയ്തങ്ങ് എടുക്കുക. വഴറ്റല്ല, ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കുറച്ച് തേങ്ങയാണ്, ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ, ആ തേങ്ങ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും. നമ്മുടെ ഗ്രേവി നല്ല തിക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബദാം ഉണ്ടെങ്കിൽ ബദാമും കൂടി എടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും ബദാമും ഒരുമിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുത്താലും മതി. തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയാണ്. ഇതിൽ ഞാൻ പറഞ്ഞ നല്ല കളറുള്ള ഒരു കറിയാണ്, പക്ഷേ എരിവ് അധികം ഉണ്ടാവില്ല. അപ്പം ഞാനിവിടെ എനിക്ക് റെഡ് ചില്ലി പൗഡർ ഉള്ളത് നല്ല എരിവുള്ള പൗഡറാണ്, നമ്മുടെ നാടൻ മുളകിൻ്റെ പൊടിയാണ്. അപ്പം ഞാനിവിടെ കാശ്മീരി പൊടി കിട്ടാനായിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ മുളക് അരച്ച് ചേർക്കാണ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ കാശ്മീരി റെഡ് ചില്ലി ഇത്തിരി എരിവുള്ളത് കൊണ്ട് നന്നായിട്ട് അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നമ്മൾ മലയാളീസിനെ കുറച്ച് എരിവൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മാത്രം പോരെങ്കിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ എരിവുള്ള മുളകും പൊടിയോ അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ ഒക്കെ ചേർക്കാം. പക്ഷേ എൻ്റെ ഈ മുളക് ഓൾറെഡി എരിവുള്ളതുകൊണ്ട് ഞാൻ നോർമലി അങ്ങനെ ചേർക്കും. പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയ മുളക് എരിവുള്ളതുകൊണ്ട് ഞാനിത് മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ല കളറുണ്ടാവും, അത്യാവശ്യം എനിക്കിതിന് എരിവുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഈ തേങ്ങയും അണ്ടിപ്പരിപ്പും അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ മുളകും കൂടി അരച്ചെടുക്കും. അങ്ങനെ ഇതെല്ലാം കൂടി അരയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സബോള അരയ്ക്കേണ്ടതല്ല കേട്ടോ. സബോള നമുക്ക് ഡയറക്റ്റ് ഇതിൽ ചേർക്കാനുള്ളതാണ്. ഈ എടുത്തു വെച്ചിട്ടത് ഈ സബോള ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലാണ്, നമ്മളത് ഇതിലോട്ട് ചേർക്കാനുള്ളതാണ്. ഇനി ഇതിലോട്ട് ലാസ്റ്റ് നമ്മളെല്ലാം മാരിനേഷനും കഴിഞ്ഞിട്ട് കുറച്ച് ഗീ ചേർക്കും. ഗീ ഇഷ്ടമില്ലാത്തവർ ഈ ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി, ഗീ ഇടണ്ട. ഇനി ഗീയും ഓയിലും ഒരുമിച്ച് ആവശ്യമില്ല എന്ന് തോന്നുന്നവർ ഏതെങ്കിലും ഒന്നിട്ടാൽ മതി. ബിക്കോസ് നമ്മളപ്പോൾ ഈ സബോള നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഓയിലിന് പകരം അപ്പോൾ കുറച്ച് നെയ്യ് നമുക്ക് ബാക്കി കിട്ടില്ലേ, ആ നെയ്യ് ഒഴിച്ചാൽ മതി. അപ്പോൾ അധികം നമുക്ക് ഓയിലിൻ്റെ നെയ്യിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ഞാനിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട്, സബോള നമുക്ക് അരയ്ക്കാനുള്ളതല്ല കേട്ടോ, അത് തെറ്റിപ്പോരുത്. ഇതും രണ്ടും കൂടിയിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിലിടണമെന്ന് ഞാൻ ഇടുമ്പോൾ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങയും കാശ്മീരി റെഡ് ചില്ലിയും അണ്ടിപ്പരിപ്പും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പേസ്റ്റ് ആക്കി വെച്ച തേങ്ങയും കശുവണ്ടിയും പിന്നെ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മുടെ വറുത്ത് വെച്ച സബോള അങ്ങനെ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വേറെ സബോള ഒന്നും ഇതിൽ വറക്കുന്നില്ല, നേരെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കാനുള്ളത് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തു. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി, നന്നായിട്ട് ചതച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. മാക്സിമം നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കി ചേർക്കുക. നമ്മുടെ കറിയുടെ കളർ നല്ല റെഡ് കളറിലിരിക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർക്കുന്നത് ആദ്യം സോയ സോസ്. സോയ സോസ് ചേർക്കുമ്പോൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈറ്റ് സോയ തന്നെ തിരഞ്ഞെടുക്കുക കേട്ടോ. ഡാർക്ക് സോയ സോസ് ചേർത്ത് കഴിഞ്ഞാൽ കറി ആകെ കളർ ചേഞ്ച് ആയി പോകും. ഞാനിവിടെ ഒരു 1.5 അടപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചില്ലി സോസ് ചേർക്കണം. ചില്ലി സോസ് ഞാൻ പറഞ്ഞു എൻ്റെ മുളകിന് അത്യാവശ്യം എരിവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇനി വേറെ എരിവിൻ്റെ ഏജൻറ്റ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനതിൽ ആദ്യം ചേർക്കുന്നത് കുറച്ച് ചാറ്റ് മസാലയുടെ പൊടിയാണ് കേട്ടോ. ചാറ്റ് മസാല നിർബന്ധമായിട്ടും ചേർക്കുക. അത് നോർത്ത് ഇന്ത്യൻ കറി ആയതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ ചേർത്തത്. ഒരുപാട് ചാറ്റ് മസാല ഗരം മസാല ചേർക്കുന്ന പോലെ ചേർക്കരുത്, ഭയങ്കര സ്മെല്ലായിരിക്കും. അത്രയും സ്മെല്ല് ആവശ്യമില്ല.
ഇത് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ കറി ആയതുകൊണ്ട് തന്നെ ചാട്ട് മസാല നിർബന്ധമായിട്ട് ചേർക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി നമ്മുടെ കയ്യിലുള്ള ചിക്കൻ്റെ ഒരു അളവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ടീസ്പൂണാണ് മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന നമ്മുടെ ഗരം മസാലയുടെ പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ പൊടിച്ചെടുക്കുന്നതായതുകൊണ്ട് നല്ല സ്മെല്ലാണ് ഇതിന്, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ മസാലപ്പൊടിക്ക് സ്മെല്ല് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കസൂരി മേത്തി, ഒരു നുള്ളു കസൂരി മേത്തി ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് തിരുമ്പി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കസൂരി മേത്തി ഞാൻ ചാട്ട് മസാല മസ്റ്റായിട്ട് ചേർക്കാം കേട്ടോ. അവരുടെ കറികൾക്ക് കസൂരി മേത്തി ചാട്ട് മസാല ഉണ്ടാവും, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള സവോള വറുത്ത് വെച്ചിട്ടുള്ള ഓയിലില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞു ഈ ഓയിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നെയ്യ് ചേർക്കുന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ആ നെയ്യിൽ തന്നെ നമ്മുടെ സവോള വറുത്താൽ, അപ്പോൾ നമുക്ക് വേറെ ഓയിലിൻ്റെ ചിലവില്ല. അപ്പോൾ നെയ്യ് തന്നെ വറുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഓയിലിലാണ് വറുത്തിട്ടുള്ളത്. ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യ് ചേർക്കും കേട്ടോ. ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് പാകത്തിനാണോ എന്ന് നമുക്ക് പുരട്ടി കഴിഞ്ഞതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. ഒരു പകുതി 1/2 ടേബിൾ സ്പൂണോളം നമ്മുടെ നെയ്യ്, നല്ല ശുദ്ധമായ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈര്, നല്ല അധികം പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത്, കാരണം നമ്മൾ ഇതിലോട്ട് ലാസ്റ്റ് കുറച്ച് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത്. ഇനി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറുനാരങ്ങയല്ല, ഒരു ചെറിയ കഷ്ണം, ഒരു 1-2 ടേബിൾ സ്പൂൺ. ഒരിക്കലും തൈര് പുളിയുള്ളത് ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ രണ്ടും കൂടിയുമ്പോൾ നല്ല പുളിയായി പോവും. ഇനി ഇതിലൂടെ നമ്മൾ മസ്റ്റായിട്ട് ചേർക്കേണ്ട വേറൊരു കാര്യമാണ് മല്ലിയില. അത് നല്ലതുപോലെ ചേർത്ത് കൊടുക്കും. ഒരു കാരണവശാൽ ഇതിൽ വേപ്പില ഒന്നും ചേർക്കരുത്. അതുപോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയും വേപ്പില ഇതിന് ഉപയോഗിക്കരുത്. നമ്മൾ ഇനി ലാസ്റ്റ് കറി വാങ്ങുമ്പോൾ നമ്മളിതിൽ മല്ലിയില ധാരാളമായിട്ട് ചേർക്കും. ഇപ്പം ഞാൻ കൂടുതൽ ആ തണ്ടിൻ്റെ ഭാഗമൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും കൂടുതൽ ഇട്ടിട്ടുള്ളത് തണ്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കൂടി കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കാം. ഉപ്പ് മിക്കവാറും ഇനിയും വേണ്ടി വരും. അപ്പോൾ നമുക്കപ്പോൾ നോക്കിയിട്ട് ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഞാൻ പരട്ടി വെച്ച് കഴിഞ്ഞു. ഇത് നല്ലൊരു ഓറഞ്ച് കളറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ക്യാമറയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റാനിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് ഗ്രേവി ആക്കിയിട്ടൊക്കെ എടുക്കാനുള്ള ഒരു കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം വരും. ഇനി ഉപ്പ് നോക്കിയപ്പോൾ പാകത്തിന് ഉപ്പുണ്ട്. ഇനി വേവിച്ചതിന് ശേഷം നോക്കട്ടെ, എന്നിട്ട് ഇടാം. ഉപ്പ് കൂടി പോയാലും കുഴപ്പമാണ്. അപ്പം നമ്മൾ ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ മിക്സിയിൽ ഒന്ന് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയിലെ ഗ്രേവിയൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുകയും ചെയ്യും. ഇനി ഇതൊക്കെ കൂടി ഇളക്കി നമുക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ നല്ല ഭംഗിയുള്ള റെഡ് കളറിലാണ് കേട്ടോ ചിക്കൻ കറി ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. ഇനി ഇത് നേരെ അങ്ങ് ഒരു 30 മിനിറ്റ്സ് ഇതങ്ങ് അടച്ചു വയ്ക്കുക. ഒരു 30 മിനിറ്റ്സ് ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് നമുക്ക് സമയമില്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് മാക്സിമം അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് വെച്ചാലും മതി, തീരെ സമയമില്ലെങ്കിൽ. അല്ലെങ്കിൽ 30 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് തീ ഓൺ ചെയ്യാം. ഇനി ഇതെല്ലാം ഇനി നമുക്ക് വേറെ പണികളൊന്നുമില്ല. ഇനി എല്ലാം അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലൊരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഞാൻ പറയാം. അതുകൂടി ചേർക്കുമ്പോഴാണ് ഈ കറി കറക്റ്റായിട്ട് നമുക്ക് ടേസ്റ്റിൽ വരും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം, അപ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതിൽ ഒരു 30 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ തന്നെ ഇവിടെ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാനിനി 30 മിനിറ്റ്സ് കഴിഞ്ഞ് വരാം. നമ്മുടെ ചിക്കൻ നമ്മളൊരു 30 മിനിറ്റ്സ് ആയിട്ട് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ തീ ഓൺ ചെയ്ത് കൊടുക്കാം. തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ്, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് സ്ലോ കുക്ക് ചെയ്യുന്നതാണ് ഏത് മീറ്റിനും ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് തിരക്കുള്ളവരാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഒരു കുക്കറിലോട്ട് മാറ്റി കുക്കറിലോട്ട് ഒരു വിസിൽ കൊടുക്കുക. ഒറ്റ വിസിൽ കൊടുത്താൽ മതി, ബോൺലെസ് ആണ്. ഇപ്പോൾ വിത്ത് ബോൺ ആയാലും ചിക്കനൊക്കെ ഒരു വിസിൽ കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഗ്രേവി ആയിട്ട് എടുക്കുമ്പോൾ ആവും. പക്ഷേ ഞാനിത് അങ്ങനെയല്ല. എനിക്ക് ഇവിടുത്തെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഞാനിങ്ങനെ പാനിലിട്ടിട്ട് ഞാൻ വേവിക്കാം. ഞാനൊരു 20 to 30 മിനിറ്റ്സ്, 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് മതിയാവും. എന്നാലും നമുക്ക് നോക്കാം എത്ര സമയം വേണമെന്ന്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് പോകരുത്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിത് വെച്ചിട്ട് ബാക്കി പണികളൊക്കെ നമുക്ക് ചെയ്യാം. ഇനി നമുക്കിതിൽ വേറെ പണിയൊന്നുമില്ല. ഇതിനൊരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ലാസ്റ്റ് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. അത് ഞാൻ ചേർക്കുമ്പോൾ പറയാം. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഞാനൊരു 20 മിനിറ്റ്സ് ആയി. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മുടെ ഫ്രൈ ചെയ്ത സവോള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലൊരു മണമാണ് ഇവിടെ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴേ നല്ല സ്മെല്ലാണ്. ഇത് നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയോട് കൂടി നല്ല കുറുകിയ ചാറിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് വിത്ത് ബോൺ ചെയ്താലും വളരെ ടേസ്റ്റിയാണ്. ഞാൻ വിത്ത് ബോൺ തന്നെയാണ് ചെയ്യാറ്. എനിക്ക് ബോൺലെസ് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബോൺലെസ് മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബോൺലെസ് ചെയ്തത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതാണ് സൗകര്യം. അപ്പോൾ നമുക്ക് ടെൻഷനില്ലാണ്ട് കൊടുക്കാം. വിത്ത് ബോൺ ആണെങ്കിൽ നമ്മളത് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ നല്ല പാകത്തിനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഉപ്പിട്ടിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിൽ കുറച്ച് സാധനം ചേർക്കണം. ഇനി നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചെറുതാക്കി നുറുക്കിയിട്ടൊക്കെ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം മല്ലിയില ഇതിൽ നിർബന്ധമായിട്ട് ചേർക്കണം. അതുപോലെ നമ്മുടെ കസൂരി മേത്തിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ അതൊക്കെ നിർബന്ധമായിട്ട് ചേർക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ മല്ലിയില നമ്മളിതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ചെറുത്. ഇപ്പം ഞാനത് ഇളക്കുന്നൊന്നുമില്ല, ഇത് ഈ ഇളം ചൂടിക്കാൻ തന്നെ കിടക്കട്ടെ. ഞാനിതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് വാടി കിട്ടണം. നമ്മൾ വേവിക്കുമ്പോൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, എല്ലായിടത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലൂടെ നമ്മൾ കസൂരി മേത്തി, ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇതൊന്ന് ചൂടാക്കിയിട്ട് വേണം കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. കസൂരി മേത്തി ചേർത്ത് കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അതാണ് ചേർക്കാൻ മതി. ക്രീമാണ് ചേർക്കുന്നത്. ഞാൻ ഇവിടെ കുക്കിംഗ് ക്രീം എന്ന് പറയുന്ന വെടിക്കോടെ വാങ്ങിക്കാൻ കിട്ടുന്ന ക്രീമാണ് ചേർക്കുന്നത്. അതെല്ലായിടത്തും കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഫ്രഷ് ക്രീം നല്ലതാണ്, പക്ഷേ വിപ്പിംഗ് ക്രീം ചേർക്കരുത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്രീം ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇളക്കണ്ട, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുക. ഏത് കളർ പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് നിർബന്ധം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുളിയും എരിവൊക്കെ മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട്. പിന്നെ ഈ കറി പൊതുവേ ഇത്തിരി ഒരു മധുരിപ്പുള്ളൊരു കറിയാണ്. നമ്മുടെ നാട്ടിലെ നമ്മൾ ഉണ്ടാക്കുന്ന കറി പോലെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള കറികളല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി പഞ്ചസാര ഇടും. ഞാൻ ഒരുപാട് പഞ്ചസാര ഞാൻ ഇട്ടിട്ടില്ല, കാരണം ഞാനിതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടില്ല. ബിക്കോസ് എൻ്റെ കാശ്മീരി ചില്ലിക്കും എരിവുള്ളത് കൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര എരിവായി അവർക്ക് തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കറിയിൽ വലിയ എരിവൊന്നുമില്ല. ഒരു ഇളം ചെറുതായിട്ടൊരു എരിവേ ഉള്ളൂ, പാകത്തിനുള്ള എരിവേ ഉള്ളൂ. അതിലും കുറവാണ് എരിവ്. അപ്പോൾ അതേ കൂടെ പിന്നെയും പഞ്ചസാര ചേർക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടോ. നിങ്ങൾക്ക് കൂടുതലായി എരിവ് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കാം. പിന്നെ ക്രീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്രീമിൽ എരിവുണ്ടാവും. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അത് നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ കഴിക്കാൻ പോകുന്നെങ്കിൽ ആ സമയമാകുമ്പോൾ ഇളക്കി യോജിപ്പിച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതിപ്പോൾ രാത്രി ഡിന്നറിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ബിഫോർ ലഞ്ച് ഇത് ഉണ്ടാക്കി വെച്ചിട്ടു. നമ്മൾ എന്ത് കറി ആയാലും നമുക്ക് കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കുന്നതിനേക്കാളും അത് കുറച്ച് സമയം മുമ്പ് ഉണ്ടാക്കി അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം അത് കഴിക്കാനാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി കൂടുതൽ സമയം നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടും. പിന്നെ നമ്മളിതിൽ ഇളക്കാനോ അതിൽ നിന്ന് എടുക്കാനോ ഒന്നും പോകരുത്. അത് അങ്ങനെ തന്നെ അടച്ച് വെച്ച് കഴിക്കാൻ നേരത്ത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഇരട്ടിക്കും കേട്ടോ. ഇപ്പോൾ മനസ്സിലായാലും ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ലെങ്തി ആവും, ടൈം കൂടും. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടു നല്ല റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിന് എന്താ പറയുക, എല്ലാത്തിൻ്റെ കൂടി നമുക്ക് മാച്ചിങ് ആണ്. ഇത് കൂടുതൽ മാച്ച് ചെയ്യുക ചപ്പാത്തിൻ്റെ കൂടിയും നാനിൻ്റെ കൂടിയാണ്. ബട്ടർ ഗാർലിക് നാനും അല്ലെങ്കിൽ ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ പുലാവ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പുലാവിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റുമ്പോൾ കാണാം. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ക്രീമും ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഓപ്ഷനിലാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഗാർണിഷ് ചെയ്യാം. ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ മല്ലിയില ചേർക്കണം. അങ്ങനെ മല്ലിയില ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതുപോലെ ക്രീം നമ്മൾ ഇപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഓൾറെഡി നമ്മൾ ചേർത്തതാണ്, ഇനി ചേർക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ വളരെയധികം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരുവിധം എല്ലാത്തിൻ്റെ കൂടിയും സൈഡായിട്ട് പോകുന്ന ചോറിൻ്റെ കൂടിയായിട്ട് പുലാവിൻ്റെ കൂടിയോ ഗീ റൈസിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ നാനിൻ്റെ കൂടിയോ ഒക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ആരും ഇത് മിസ്സാക്കരുത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.